Hi everyone, welcome to I Just React and Review. My name is Ashmita and I hope you all are doing well, guys. And yes, today's reaction is Karik. Happy birthday! Finally, they have uploaded the subtitles couple of days back, and oh my god, this video has already crossed 11 million views. So I'm guessing it's like the regular people have watched it, the regular subscribers, and regular subscribers have also rewatched it, is what I feel. That's amazing. Congratulations to the Karik team. I'm very, very happy. So I'm guessing this is a very, very popular video. I tell me if I'm wrong. I think this is the fastest that their video has crossed 10 million views. Let me know if that's correct. So this is gonna be a long reaction, guys, again, because it's almost a 40-minute, not almost, this is a 39-minute video. So I don't want to delay this any further. Let's just start. Yo, I'm already laughing. It's not even started and I've started to laugh. Okay. Sit back and chill. Okay. Pranks, street pranks. Joe, Yes, sir. ഈ ആഴ്ച എത്ര ഡേറ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9. വെയിറ്റ് സോ ഗൈസ് ഒരുപാട് അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്. അതെ ഈ അടിപൊളി വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. I'm already subscribed, don't worry. ജോജോ പ്രാങ്ക്സ്റ്റേഴ്സ്. ബ്രോ അയാൾ നിന്നെ തല്ലിയപ്പോൾ നിന്റെ ഒരു എക്സ്പ്രഷൻ ഇവിടെ ക്ലോസ് വന്നു. ദാറ്റ് വാസ് നൈസ്. അടി കിട്ടി എനിക്കാണല്ലോ. യെസ് കം ഇൻ. യെസ് പറ ബ്രോ. ഹായ് ബ്രോ, നമ്മള് നിങ്ങളുടെ പരിപാടിയുടെ വലിയ ഫാൻസാ. താങ്ക് യു. വെൽക്കം. ഞങ്ങൾ വന്നത് എന്താന്ന് വെച്ചാൽ ഒരാളെ പറ്റിക്കണമായിരുന്നു. അപ്പം അത് എങ്ങനെയാ നിങ്ങളോട് ഒരാളെ പറ്റിക്കണം അത്രയല്ലേ ഉള്ളൂ. അതല്ലേ നമ്മുടെ പ്രൊഫഷൻ. കമോൺ, നിങ്ങൾ അത് ഇരിക്കേ, ഫീൽ ഫ്രീ. ഒരു മിനിറ്റ്, ജ്യൂസ് കഴിക്കും. നമുക്ക് ആ ക്ലോസിലിട്ടിട്ട് മറ്റേ ഒരാളെ പറ്റിക്കാൻ പറഞ്ഞു, രണ്ടുപേരെ പറ്റിച്ചു. ഹാപ്പിയല്ലേ? അപ്പൊ ശരി എന്നാ ബൈ. അല്ല ദിനേശന്റെ അയ്യോ, ഞങ്ങളെ പറ്റിക്കാനല്ല, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ നിങ്ങൾ നിങ്ങളുടെ പരിപാടിക്കകത്തിട്ട് പറ്റിക്കാൻ പറ്റുമോ ചോദിക്കാൻ വേണ്ടി വന്നത്. പറ്റിക്കാം, നിങ്ങളുടെ ഫ്രണ്ടിനെയും പറ്റിക്കാം, ഞങ്ങൾ എല്ലാരെയും പറ്റിക്കും. ബ്രോ ഇങ്ങനെ വെറുതെ പറ്റിച്ച പോരാ, അവനെ നന്നായിട്ട് പറ്റിച്ച് പേടിപ്പിച്ച് വെറുപ്പിച്ച് ചമ്മിച്ചൊന്ന് നാറ്റിക്കണം. നിങ്ങളുടെ ഒരു എപ്പിസോഡ് ഒരുത്തന്നെ റെയിൽവേ സ്റ്റേഷൻ അകത്തോടിട്ട് ഓടിച്ച് പറ്റിച്ചില്ലയോ, അതുപോലെ പറ്റിക്കണം. കണ്ടായിരുന്നു ബ്രോ, അടിപൊളി എപ്പിസോഡായിരുന്നു. പറ്റുമെങ്കിലേ അതിനെക്കാട്ടി നന്നായിട്ടൊന്ന് പറ്റിക്കണം. ഈ ആള് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലേ? ക്ലോസ് ഫ്രണ്ട്. ചങ്ക് ബ്രോ, പേര് ദിനേശ്. ജന്മ ദിനേശ്. I think he's the enemy, the friend. It's not a friend. അതെന്താന്ന് വെച്ചാലേ ഇവൻ എല്ലാവരുടെയും ബർത്ത്ഡേ മുൻകൈ എടുത്ത് ആഘോഷിക്കുന്ന ഒരു വൃത്തിയായിട്ട സ്വഭാവമുണ്ട്. Okay. ബർത്ത്ഡേ ആഘോഷിക്കുന്നത് നല്ലതല്ലേ? അതെ, ബർത്ത്ഡേ ആഘോഷിക്കുന്നതല്ല ബ്രോ, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല പുള്ളി ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അവൻ കാരണം ബർത്ത്ഡേ എന്ന് കേൾക്കുന്നതേ ഞങ്ങൾക്ക് പേടിയാണ്. അവൻ എങ്ങനെയാ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അറിയോ? Oh, the college kind of birthday. എടാ ദിനേശ വെറുതെ ഇത് എന്നത്തെ പോലെ അല്ല കേട്ടോ, വെറുതെ എന്റെ സ്വഭാവം മാറ്റരുത്. എടാ ചുമ്മാ ഇരിക്കണം, കളിക്കരുത്. എടാ മുളക് വെള്ളം ഒഴിക്കല്ലടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു അളിയ. How many engineers are watching? Boys hostel,
This was normal, right? Let me know. പക്ഷെ ആളെ കണ്ടിട്ട് വലിയ കുഴപ്പക്കാരനായിട്ട് തോന്നില്ലല്ലോ. ലുക്സ് ലൈക്ക് എ പാവം. പാവോ? ഇവൻ എന്റെ ബർത്ത്ഡേക്ക് എന്തുവാ ചെയ്തെന്നറിയോ? കണ്ടില്ലടാ, മീൻവളത്തിനെ മുക്കി വൈകുന്നേരം കുളിപ്പിച്ച് കണ്ടില്ല എന്റെ ബർത്ത്ഡേ പരിപാടി. പോ ഹാപ്പി ബർത്ത്ഡേ ടു മീ. നീ എല്ലാരും ഇറങ്ങിപ്പോ, കെട്ടടിച്ചിട്ട് പോ. ഇതെന്താണ് ഒട്ടുന്നു? എടാ അടിച്ചിട്ട് ഓടാ, കെട്ടടിച്ചിട്ട് പോ, എല്ലാരും പോയിക്കാ. അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? ബർത്ത്ഡേ ഒക്കെ അല്ലേ, നമുക്കൊന്ന് സൂഹിക്കണ്ടടാ. ഇനി എന്താ പോവാ? ഇപ്പൊ തന്നെ ഒരുപാടായി കേട്ടോ, ഇനി കാണിച്ചാൽ ഭയങ്കര ഓവറായിരിക്കും കേട്ടോ. ഒന്നുമില്ല, ഒരു തൂവൽ സ്പർശം. ദാ, ഇത് വെള്ളപ്രാവിൻ്റെത്, ഇത് മാടപ്രാവിൻ്റെ. ഓ തലകുലുക്കം ഇപ്പൊ ശരിയാക്കുന്നത്. ഇപ്പൊ തലകുലുക്കാൻ പറ്റുന്നുണ്ടോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഹേമന്തേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. Oh no! യു ടു. അതെന്താണെന്നറിയോ ബ്രോ, അവൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോഴേ അവൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ അടുത്ത ബർത്ത്ഡേക്ക് അവൻ മുട്ടം പണി വരും. അതുകൊണ്ട് ഞാൻ കൂടെ നിന്ന്. ഞാൻ മാത്രമല്ല, ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേക്ക് ആ രണ്ടാമത്തെ ചീമോട്ട് എറിഞ്ഞ ആരാന്നറിയോ? ആരെ? ഹാപ്പി ബർത്ത്ഡേ ടു യു അളിയാ. നിനക്കൊക്കെ എന്തിന്റെ ക്രിമേടിയാടാ? പോയി കിടന്ന് ഉറങ്ങടാ ശവങ്ങള്. അതാരാ ബ്രോ? ആ ഞങ്ങളുടെ മറ്റൊരു ഫ്രണ്ടാ. അവന്റെ ബർത്ത്ഡേക്ക് കിട്ടിയ പണിയാണ് പണി. ദിനേശ എന്ത് വേഷം കെട്ടാണിത്? കെട്ടയച്ചോറാ പട്ടികളെ. നീയൊക്കെ കൂടി എന്നെ എന്ത് കാണിക്കാൻ പോവാ? എടാ പട്ടികളെ, നിങ്ങൾക്കും മരോട്ടറ ബർത്ത്ഡേ അന്ന് ഞാൻ കാണിച്ചത്. നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല എന്റെ സ്വഭാവം. Don't tell me shaved his head. എന്ത് കാണിക്കാൻ പോണ? ട്രിമ്മറും കൊണ്ട് താടിയും ഇല്ല മീശയും ഇല്ല. നീ എന്നെ പുരികം പഠിക്കാൻ പോണ? Oh no! ദിനേശ, അത് നീ മനസ്സിൽ പോലും ചിന്തിക്കരുത്. എന്നെ വേണമെങ്കിൽ കൊന്നി കാലി താത്തിക്കോ, അത് ഞാൻ ക്ഷമിച്ചിരിക്കും. പക്ഷെ എന്റെ തല വേറൊന്നുമില്ല എന്റെ കയ്യിൽ. പറഞ്ഞ് മനസ്സിലാക്കണേ, പൊട്ടനാരയിലെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അയ്യോ നാട്ടുകാരെ, എന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് എന്നെ കൊല്ലതേ. അയ്യോ 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 അയ്യോ. മറ്റു മുഴുവനും പഠിച്ചോ ബ്രോ? ഇല്ല, നിറം തല കൊണ്ടൊരു വരയിട്ട് കൊടുത്തു. ബാക്കി അവനെ പഠിക്കേണ്ടി വന്നു. പാവം. പിന്നെ എല്ലാവരും അവനെ റിംപോച്ചെന്നാണ് വിളിക്കുന്നത്. ഇത് നമ്മുടെ മൂന്നേറെ കാര്യം മാത്രമല്ല ബ്രോ, ഇവൻ എല്ലാവരുടെയും ബർത്ത്ഡേ ഇതുപോലൊക്കെ ആഘോഷിക്കുന്നത്. ഈ ഉറങ്ങിക്കിടക്കുന്നവനെ പടക്കം വെച്ചിട്ട് പേടിപ്പിക്കുക, ആൾക്കാരെ പിടിച്ച് കുമ്മായ ചൂള പിടിച്ച് മുക്കുക, മീശ എന്താടിയും മടിച്ചു കളയുക. ഇതൊന്നും പോരാത്തതിന് ഇതിൻ്റെയൊക്കെ ഫോട്ടോ വീഡിയോ എടുത്ത് സ്റ്റോറി സ്റ്റാറ്റസ് ഇട്ട് പറഞ്ഞു. ഇത് കണ്ടോ ബ്രോ, അവൻ ഇതുവരെ പണി കൊടുത്തിട്ടുള്ളവരെല്ലാം കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഗ്രൂപ്പാ. അവനിട്ടൊരു പണി കൊടുക്കാൻ കൊള്ളാലോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. അവനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി പണ്ടിറക്കാൻ വരെ ഇവന്മാരെ തയ്യാറ്. റിംബോച്ചയുടെ മെസ്സേജ്. ആ സീജാച്ചമാരുടെ കൈ കിട്ടിയാലുണ്ടല്ലോ തോലൊരിച്ച് കടലമാവല് മുക്കി പൊരിച്ച് ബജിയാക്കി കട്ടി മുറിച്ച് തിന്നണം. നാച്ചുറൽ. ഈ ഗ്രൂപ്പിൽ അവസാനമായിട്ട് ജോയിൻ ചെയ്ത ആരാന്നറിയോ ബ്രോ? ഇവന്റെ സ്വന്തം ചേട്ടൻ. കഴിഞ്ഞ ദിവസമായിരുന്നു ഇവന്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ. പുള്ളിക്കും കൊടുത്തില്ല ഒരു മുട്ടം പണി. അതുകൊണ്ട് പുള്ളിയായ ഐഡിയ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് നൈസായിട്ട് ഇവനിട്ടൊന്നൊരു പണി കൊടുക്കാൻ. അവൻ്റെ ഫാമിലി ഫ്രണ്ട്സൊക്കെ മുട്ട സപ്പോർട്ടാ. നിങ്ങൾ അവനെ പറ്റിക്കുമോ ബ്രോ? അല്ല, നിങ്ങളൊരു ഗ്രൂപ്പ് നിറച്ച ആൾക്കാരില്ലേ? എല്ലാവർക്കും കൂടെ ആളുടെ ബർത്ത്ഡേക്ക് നല്ലൊരു പണി കൊടുത്തൂടെ? അവിടെയാ പ്രശ്നം. ബർത്ത്ഡേക്ക് 5-6 ദിവസം മുന്നേ ഇവൻ അങ്ങ് മുങ്ങും. പിന്നെ ബർത്ത്ഡേ കഴിഞ്ഞ് 7-8 ദിവസം കഴിഞ്ഞിട്ട് ഇവൻ പൊങ്ങത്തുള്ളൂ. അന്നേരത്തേക്ക് ഈ ബർത്ത്ഡേയുടെ ചൂടൊക്കെ അങ്ങ് കെട്ടടക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ഈ ഐഡിയ ആയിട്ട് വന്നത്. നിങ്ങൾ നൈസായിട്ട് അവനെ ഒന്ന് പറ്റിച്ചിട്ട് ആ പറ്റിക്കുന്ന വീഡിയോ അവൻ്റെ ബർത്ത്ഡേയുടെ അന്ന് റിലീസ് ചെയ്ത് അവനെ ഒന്ന് നാറ്റിച്ചാൽ അടിപൊളിയായിരിക്കും. ബ്രോ, ദ പ്രോബ്ലം ഇസ് ഈ മാസത്തെ എപ്പിസോഡ്സ് എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ഇനി ഈ മാസം അല്ല, ഇവന്റെ ബർത്ത്ഡേ അടുത്ത മാസം 20-ാം തീയതിയാണ്. അപ്പൊ ഈ മാസം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അടുത്ത മാസം നമുക്ക് വീഡിയോ ഇറക്കാം. പ്രോബ്ലം സോൾവ്. മറ്റന്നാൾ ഫ്രീ അല്ലേ? യെസ്. എന്നാ മറ്റന്നാൾ പ്ലാൻ ചെയ്യാം. ഓക്കെ. അപ്പൊ പറ്റിക്കോ? പറ്റിക്കാം. വെറുതെ പറ്റിച്ചാ പോരാ, ഇവരെ നന്നായിട്ട് പറ്റിച്ച് പേടിപ്പിച്ച് വിറപ്പിച്ച് ചമ്മിച്ച് നാട്ടിക്കണം. ഈ പരിപാടിയോടെ അവൻ ബാക്കിയുള്ളവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പരിപാടി നിർത്തണം. അതുപോലെ ഒന്ന് പറ്റിക്കണം. പറ്റിച്ചിരിക്കും.
പറ്റിച്ചു. You got that man. അയ്യോ ഞങ്ങളെ പറ്റിക്കാനല്ല പുള്ളിയെ പറ്റിക്കുന്ന കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എല്ലാരെയും പറ്റിക്കും. അല്ല നിങ്ങളുടെ പ്ലാൻ എങ്ങനെയാ? അല്ല നമുക്കതാവുമ്പോ ഒന്ന് റിഹേഴ്സ് ചെയ്തേ സെറ്റ് ആയിട്ടൊക്കെ വരാം. No. പ്ലാൻ മാത്രം ചോദിക്കണ്ട, പറയില്ല. ബിക്കോസ് ഇതുപോലെ ഫ്രണ്ടിനെ പറ്റിക്കണമെന്ന് പറഞ്ഞ് വന്നവർക്ക് പ്ലാൻ പറഞ്ഞു കൊടുത്ത് അവിടെ വന്ന് ഓവറാക്ട് ചെയ്ത് കൊളവാക്കി അവസാനം നാട്ടുകാരോട് സീൻ വഷളാക്കി. That's actually എന്നിട്ട് എല്ലാവരെയും പറ്റിച്ച് ഞങ്ങൾ മുങ്ങി. പറ്റിക്കാൻ വാക്ക് കൊടുത്തില്ലേ? അല്ല 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ എവിടെ വരണ്ടേ? എപ്പോ വരണം? ഈ പരിപാടി നമുക്ക് ഒരാൾ ഒഴിഞ്ഞ സ്ഥലം നോക്കി പിടിക്കണം, അല്ലെങ്കിൽ കിട്ടുന്ന അടിയുടെ എണ്ണം കൂടും. അപ്പൊ ഈ ലൊക്കേഷനും സമയമൊക്കെ ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ട് അറിയിക്കാം. ആ ലൊക്കേഷനിലേക്ക് ആ ടൈമിൽ നിങ്ങൾ ഈ ഫ്രണ്ടിനെ കൂട്ടി വന്നാൽ മതി. അവിടെ നമ്മുടെ ആർട്ടിസ്റ്റ് ആണ്, പുള്ളി നിങ്ങളെ കാണുമ്പോൾ തന്നെ പരിപാടി തുടങ്ങിയുള്ളൂ. പരിപാടി തുടങ്ങിയെന്ന് അറിയിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു സിഗ്നൽ തരും. നമ്മുടെ ആർട്ടിസ്റ്റിന്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നാൽ മതി. സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യാം. അല്ല അപ്പൊ നിങ്ങൾ വരുന്നില്ലേ? അതിപ്പോ ബ്രോ, ആൾക്കാരിപ്പോ ഞങ്ങളെ കണ്ടാൽ തിരിച്ചറിഞ്ഞു തുടങ്ങി. സോ നമ്മൾ തന്നെ ആയിരിക്കണമെന്നില്ല അല്ലേ? അതെ, നമ്മുടെ കണ്ടന്റിനെ അത് ബാധിക്കും. എന്നാലും ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്യട്ടെ. അല്ല ബ്രോ അങ്ങനെയാണെങ്കിൽ really excited to know what they're gonna prank. കാർഡ് ആദ്യം കൊടുത്തിരിക്കുന്ന 2 നമ്പറിൽ വിളിക്കേണ്ട. അത് ഞങ്ങളുടെ അല്ല, അത് വേറെ ആരുടെയോ നമ്പർ. 3ാമത്തെ നമ്പറിന്റെ അവസാനത്തെ ഡിജിറ്റ് മാറ്റി 8 ആക്കിയിട്ട് ഞങ്ങൾ വിളിച്ചാൽ മതി. അതാണ് ഞങ്ങളുടെ നമ്പർ. അല്ല നിങ്ങൾ ശരിക്കും വരുമല്ലോ അല്ലേ ബ്രോ? പറ്റിക്കൂലല്ലോ? Come on bro, വർക്കിന്റെ കാര്യത്തിൽ ഞങ്ങൾ പറ്റിക്കില്ല. We are professional. Anyway, nice to meet you. Have some chocolates. ഓ വേണ്ട വേണ്ട. Okay. ഗുഡ് മോർണിംഗ്. ആ നിങ്ങളുടെ അനിയനോടെ മിസ്റ്റർ ജന്മദിനേഷ്? അവൻ കുളിക്കാൻ കയറിയിട്ടുണ്ട്. ഇതെന്ത്? ഇത് ATM. ആഹാ ഞാൻ ആദ്യമായിട്ടോ കേട്ടോ ജീവനുള്ള Brand insertion. അല്ല അപ്പൊ പൈസ ഒക്കെ ഏത് വഴിയാ വരുന്നത്? വെറുതെ അല്ല ATM എങ്ങനെ വീട്ടിലേക്ക് വരുന്നത്? എടാ ഞാൻ ഈ വയ്യാത്ത കഴുത്തുകൊണ്ട് എങ്ങനെയാടാ ATM പോയി ക്യൂ നിൽക്കുന്നത്? പിന്നെ നമ്മുടെ ആൾക്കാർക്കൊക്കെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടവന്മാരെ കാണാൻ എന്തോ വലിയ കോമഡിയാണ്. എൻ്റെ ബുദ്ധിമുട്ട് എനിക്കല്ലേ അറിയാൻ പാടുള്ളൂ. ഇതാവുമ്പോൾ ഏസ് മണി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ATM സർവീസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3/4 മണിക്കൂറിനകം അവരുടെ ആൾക്കാരോട് വരും. നമുക്ക് കാർഡ് വെച്ച് കാശ് എടുക്കാം. അതെ സാർ, ഇത് ക്യാഷ് വിഡ്രോവൽ മാത്രമല്ല ഡെപ്പോസിറ്റ്സും ഉണ്ട്. മാത്രമല്ല ഗവൺമെന്റ് സർവീസസ് അവൈലബിൾ ആണ്. പിന്നെ റീചാർജ്, ബിൽ പേയ്മെന്റ്സ് ഒക്കെ നമുക്ക് ഏസ് മണി ആപ്പ് വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെപ്രസെന്റേറ്റീവ് വന്ന് സിമ്പിൾ ആയിട്ട് ചെയ്ത് അപ്പൊ നിങ്ങളുടെ ചാർജ് So I found out about നമുക്ക് Ace Money. കിലോമീറ്ററിന് ഒരു 10 രൂപ വെച്ച് കൂടി വന്നൊരു 30 രൂപ വരെ ആവുന്നുള്ളൂ. പിന്നെ നമ്മുടെ പാസ്പോർട്ട്, പാൻ കാർഡ്, ഇതിന്റെയൊക്കെ റിന്യൂവൽ ആപ്ലിക്കേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ആപ്പ് വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെപ്രസെന്റേറ്റീവ് അത് വീടുകളിൽ I'm guessing it's only there, this service. സപ്ലൈ ഒക്കെ തൊട്ട് ജോലി ചെയ്തിട്ട് എന്നാ ബാങ്ക് എടുക്കാൻ? നിനക്കൊക്കെ സപ്ലി ഇല്ലേ? എടോ നിങ്ങൾക്ക് സപ്ലിക്ക് എന്തോ പരിപാടിയൊക്കെ ഇല്ലേ എൻ്റെ അകത്ത്? സപ്ലൈ ഒക്കെ വീട്ടിൽ വന്ന് ക്ലിയർ ചെയ്ത് തരൂ? ആണോ? അയ്യോ സാറേ, അങ്ങനെയല്ല. നമ്മുടെ ഈ ആപ്പിൽ ടീച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഓൺലൈൻ ഇൻഡിവിജ്വൽ ട്യൂഷൻ അവൈലബിൾ ആണ് അതിൽ. അത് മാത്രമല്ല സ്കൂൾ സ്റ്റുഡൻസിനും ഇത് ഓപ്ഷൻ അവൈലബിൾ ആണ്. എന്നാ ഒരു കാര്യം ചെയ്യും, ബ്രോന്റെ നമ്പർ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാമല്ലോ. അല്ല സാറേ, ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. അത് നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അതുവഴി ചെയ്താൽ മതി. എൻ്റെ നമ്പർ ആവശ്യമില്ല. എന്നാ പിന്നെ അങ്ങനെ ശരി ശരി സാറേ, താങ്ക്സ്. So smooth. രണ്ടു കൂടെ ഒത്തേ. ഈ കോലം കെട്ടി വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇന്നല്ലേ അവനെ പറ്റിക്കുന്ന പരിപാടി. ഒരുപാട് ആളുകൾ കാണാൻ പോകുന്ന പരിപാടിയാണ്. അപ്പൊ കുറച്ച് ഫ്രീക്ക് ഒക്കെ ആയിട്ട്. എടാ എന്നും അളിഞ്ഞു കുത്തി ഇങ്ങോട്ട് കയറി വന്നെ നിങ്ങൾ ഇന്ന് അണിഞ്ഞൊരുങ്ങി നല്ല ഓവറാക്കി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവന് ഡൗട്ട് അടിക്കൂലേ? അവന് ഡൗട്ട് അടിക്കൂലേ? ഞാൻ ഇവനോട് 1000 പ്രാവശ്യം പറഞ്ഞ ഈ ഓവർകോട്ടൊക്കെ ഓറാം. അപ്പൊ നീ എന്താ പറഞ്ഞു? എനിക്ക് കണ്ണുകടിയാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പ്ലാനൊക്കെ ഇപ്പൊ പൊളിഞ്ഞു. ഇടാ പട്ടൻ. നീ കണ്ണാടിയൂരേ? അല്ല അത് പിന്നെ ഷൂട്ടിങ് വെയിലത്തൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ കണ്ണിന് ഒരു കുളിരായിക്കോട്ടെ എന്ന് വെച്ചിട്ട്. നിനക്ക് കണ്ണടിയൊന്നും ഇല്ലല്ലോ. അങ്ങോട്ട് മറ്റേ കണ്ണാടി കയറ്റി. ഇവിടുന്ന് നീക്ക് എങ്ങനെയാണെങ്കിൽ ഇനി അവിടെ പോയിട്ട് എന്താടാ കാണിക്കാൻ പോണ? നിങ്ങൾ ഇങ്ങനെ ചുമ്മാ ടെൻഷൻ അടിക്കല്ലേ. അവന് പണി കിട്ടുന്നത് നമ്മുടെ കൂടെ ആവശ്യമില്ല. അതുകൊണ്ട് അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തോളാം. പിന്നല്ലാതെ നിങ്ങൾ അവനെ അവിടെ എത്തിക്കാനുള്ള പരിപാടി സെറ്റ് ചെയ്തു. അവിടെ എത്തിക്കാനുള്ള എല്ലാ പരിപാടിയും സെറ്റാണ്. അല്ല നിങ്ങളിങ്ങനെ എപ്പോഴും തിരിഞ്ഞു നോക്കണമെന്നില്ല, നമ്മൾ നോക്കുന്നുണ്ട്. ഒന്ന് നോക്കിയോ. പട്ടിക്കാട് ബസ് സ്റ്റോപ്പിനടുത്തല്ലേ എത്തിക്കണ്ടേ? ആ ഭാഗത്തായിട്ടുള്ള സ്റ്റേഷനറി കടയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി ഞാൻ ഒരു കത്ത് അവിടെ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കളക്ട് ചെയ്യാനായിട്ടാണ് അവനോട് ഞാൻ പോകാൻ പറഞ്ഞത്. അല്ല അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ അവൻ പോയി കത്തെടുക്കൂ? വെറുതെ ഒന്നുമില്ല, 1000 രൂപ ചോദിച്ചു മേടിച്ചിട്ടാണ് അവൻ പോണത്. ഇപ്പം എന്തായാലും കുളിച്ചൊരുങ്ങി അവൻ ഇറങ്ങി വരും. അവൻ്റെ കൂടെ നിങ്ങളാണ് കയറി പോയിക്കോ. അല്ല ആ കാര്യം നമ്മൾ എന്നിട്ട് അവിടെ ചെന്ന് എന്താ കാണിക്കാൻ പോണെന്ന് പറഞ്ഞേ? അത് നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ ചെന്ന് ഈ കത്ത് ആദ്യം മേടിക്കും. എന്നിട്ട് ജോജോ പ്രാങ്സ്റ്റേഴ്സ് പറഞ്ഞ പോലെ കൃത്യം 11 മണിയാകുമ്പോൾ തിരിച്ച് ബസ് കയറാനെന്നുള്ള വ്യാജേന പട്ടിക്കാട് ബസ് സ്റ്റോപ്പിൽ ഇവനെ നമ്മൾ എത്തിക്കുന്നു.
അവിടെ കാത്തിരിക്കുന്ന അവരുടെ ടീമിന് നമ്മൾ ഇവനെ അങ്ങോട്ട് പ്രാങ്കാൻ ഇട്ട് കൊടുക്കുന്നു. അവന്മാർ ഇവനെ അറഞ്ചം പുറഞ്ചം പ്രാങ്കുന്നു. നമ്മൾ Oh, I'm so excited to see what that prank is gonna be. How this is gonna go down. പേടിപ്പിച്ച് വിറപ്പിച്ച് ചമ്മിച്ച് നാട്ടിക്കും. അങ്ങനെ ചമ്മി നാറിയിരിക്കും വേണ്ടല്ലോ. ആ കത്തൊന്ന് പൊട്ടിച്ച് വായിക്കാനോട് പറയാനോട്ടോ. കത്തിലെന്താ? വേറെ ഒന്നല്ല, ഇതൊരു സാമ്പിൾ മാത്രം. ഒറിജിനൽ പണി അടുത്ത മാസം 20-ന്. ജാഗ്രതയായി. എടാ ഡയലോഗല്ല, ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റിലാണ് കാര്യം. അതായത് ഇങ്ങനൊരു അവസരത്തിൽ അവന് ഈ കത്ത് വായിക്കും വേണ്ടല്ല, ഒറ്റയടിക്ക് അവന് മനസ്സിലാവും ഈ പണി മുഴുവൻ എൻ്റെ പ്ലാനിങ് ആയിരുന്നു. ഒറ്റ വിഷമമുള്ളൂ, എനിക്കതൊന്ന് നേരിട്ട് വന്ന് കാണാൻ പറ്റില്ല എന്ന് ഓർക്കുമ്പോഴാണ്. അത് വീഡിയോ ഇറക്കുമ്പോൾ കണ്ടരുത്. അത് Something big is gonna go down. വീണെന്ന് പറഞ്ഞു. ശരിക്കും എങ്ങനെയാണ് വീണത്? ഒന്നും പറയണ്ടാവേ. എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് വെളുപ്പിനെ എൻ്റെ 30-ാം വയസ്സിൽ ആദ്യത്തെ മൂത്രം ഒഴിക്കാൻ വേണ്ടി ഞാൻ അന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. കുറ്റാ കൂരിട്ട് ഒറ്റ മനുഷ്യനില്ല. പേടിച്ചില്ലേ? അപ്പൊ ആ കുറ്റാ കൂരിട്ട് ഒറ്റക്ക് നിന്ന് മൂത്രം വെച്ചോണ്ടിരുന്ന എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പേടിച്ചു പോയി. ഒന്ന് ഓടാൻ നോക്കി, മൂത്രത്തിൽ ചവിട്ടി സ്ലിപ്പായി പെടലി കൂട്ടി താഴേക്ക് വീണ്. ആ വേദന കൊണ്ട് ഇത് എന്താ സംഭവിച്ചെന്നറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോണ്ടല്ലോ, ആ ദിനേശൻ അവൻ അവിടെ നിന്ന് എന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കണ്ട. എന്നിട്ട് അവൻ എന്നെ നോക്കി പറയണേ, ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന്. കൊല്ലണ്ടേ അവനാ. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഒരു കാരണവശാലും നമ്മുടെ ഈ പരിപാടി പാളരുത്. Why do I think it's gonna flop? അതിനകത്ത് വെള്ളമില്ല, താഴെ ഇട്. ഇവിടെ രാമ നീയൊക്കെ പോന്ന് ഇപ്പൊ വന്നു. എവിടെ പോന്ന്? ഓ ഞങ്ങള് വെറുതെ റൂമിനകത്ത് വെറുതെ ഇരുന്നപ്പോ പുറത്തോട്ടിറങ്ങിയത്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടപ്പോ ഞാൻ വിചാരിച്ച് പുറത്തെവിടെയൊക്കെ പോവായിരിക്കും. പുറത്തോട്ട് വെറുതെ ഇറങ്ങിയതാ. വല്ല ചോദിച്ചായിരുന്നു. ബർത്ത്ഡേ രാത്രി മൂത്രം വെച്ചോണ്ടിരിക്കും. ഞാൻ വന്ന് പേടിപ്പിച്ചു. മൂത്രത്തിൽ ചവിട്ടി. വീഡിയോ റിപ്പോർട്ട്. I'm so happy Anu is doing the role of Dinesh. ഡാ മതി കിണിച്ച്. നിന്നോട് കത്ത് മേടിച്ചോണ്ട് ഞാൻ പറഞ്ഞല്ലേ, അത് പോയി മേടിച്ചിട്ടോ. ഇളതും കാശിയാ. ഞാൻ പോട്ട് വരല്ലോ. അപ്പൊ നീ എവിടെ പോ? എടാ ഇയാളുടെ ഏതാണ്ട് ഒരു ലെറ്റർ ഒരു കടയിൽ കൊടുത്തിട്ടുണ്ട്. അത് മേടിച്ചോണ്ട് വന്നില്ല, ഇയാൾക്ക് ചോറ് ഇറങ്ങത്തില്ല. ഞാൻ മേടിച്ചോണ്ട് വരാം പെട്ടെന്ന്. ആ നമ്മൾ വെറുതെ നമുക്ക് പോലെ. എടാ ഞാനിത് വണ്ടിയെ പോയിട്ട് പെട്ടെന്ന് മേടിച്ചോണ്ട് വരാം. അത് കഴിഞ്ഞ് നമുക്ക് പുറത്തോട്ട് പോകാം. എടാ നമ്മളെന്തായാലും പുറത്തോട്ട് ഇറങ്ങിയിരുന്ന അപ്പൊ നമുക്ക് ബസ്സിൽ കാറ്റൊക്കെ കൊണ്ട് കൂട്ടൊക്കെ അടിച്ചിട്ട് തിരിച്ചു വരാം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കുന്തം തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. പിന്നെ നമുക്ക് 3 കൂടെ ഒരുമിച്ച് പോയി പുറത്ത് പോയി പുട്ടടിക്കാം. 1000 രൂപ എൻ്റെ ഉണ്ട്. അതെ, നീ ഒറ്റയ്ക്ക് പോയാൽ മതി. ഇവന്മാരെ എന്തായാലും കൊണ്ടുപോണ്ട. ഇനി 3 കൂടി ബസ്സിൽ കയറി പോയി എവിടെയെങ്കിലും പ്ലാങ്ങി ഇന്ന് പാതിരാത്രി ഇങ്ങോട്ട് കയറി വരാനായിട്ട്. എനിക്ക് ആ ലെറ്റർ അത്യാവശ്യമാണ്. നീ വേഗം പോയിട്ട് മേടിച്ചിട്ട് വന്നടാ. ഇയാൾ കൂടുതൽ ചേട്ടൻ കളിക്കാൻ നിൽക്കല്ലേ. ഇയാൾക്ക് കത്ത് കൊണ്ട് തരാന്ന് പറഞ്ഞു. അത് എപ്പോ തരണം എങ്ങനെ തരണോ ഞാനാ തീരുമാനിക്കുന്നത്. 1000 രൂപ എന്ന് പറഞ്ഞാൽ ദിനേശിനെ അങ്ങ് വിലക്കെടുക്കല്ലേ. ഞാൻ ഇവന്മാരുടെ കൂടെ പോകുന്നുള്ളൂ. ഞാൻ ഇവന്മാരുടെ കൂടെ തന്നെ പോകും. ബസ്സിൽ തന്നെ പോകും. ഇയാൾ എന്തോ ചെയ്യും? അല്ലേ എന്റെ Reverse psychology. പോയിട്ട് പെട്ടെന്ന് വരണം. എന്തായാലും വരൂല രമേശ. കൂടുതൽ ഓവറാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആ വീഡിയോ വൈറലാക്കുവേ. ആള് വനക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലം. അവിടെ എൻ്റെ ചേട്ടനൊരു കത്തറപാട്. അത് മേടിക്കാൻ വേണ്ടി എനിക്കൊരു 1000 രൂപ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. സംശയം തോന്നി ഇല്ല. എന്താണ് നിനക്ക് സംശയം തോന്നാത്തെ? എന്ത് സംശയം തോന്നാൻ? അയാൾക്ക് എന്തെങ്കിലും ആവശ്യം കാണുമായിരിക്കും. എടാ നിനക്ക് 1000 രൂപ കിട്ടിയില്ലേ, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നേ? അതെ അതെ, പക്ഷെ എനിക്കൊരു സംശയം തോന്നിയ സ്ഥിതിക്ക് ഞങ്ങൾക്കിടയിൽ എന്തിനാണ് പറ പൊട്ടിച്ച് വായിച്ചേക്കാം. എടാ ചുമ്മാ അരിയടാ വല്ലവന്റെ കത്ത് പൊട്ടിച്ച് വായിക്കാതെ. വല്ലവൻ്റെയോ? അതെ, നീ ഇനി പൊട്ടിച്ച് വായിച്ചിട്ട് വേണം അയാൾ പറയാൻ. നമ്മൾ പറഞ്ഞാ നീ പൊട്ടിച്ച് വായിച്ചത്. ആളങ്ങനെ പറയും. ആ പറയും. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഇത് നമ്മൾ വെച്ചേക്കാം. സമയമാകുമ്പോൾ തരാം. സമയമാവുമ്പോഴും സമയം എന്ന് വെച്ചാൽ വീട്ടിലെത്തുമ്പോൾ തരാന്ന്. അതെ, വീട്ടിലെത്തിനാ എന്റെ തരുന്നേ. അവന്റെ കൊടുത്താൽ മതി. ഇനി എന്റെ വശത്ത് കാണാണ്ട് കൊണ്ടാ നിന്റെ തന്നെ വെച്ചോ. ആ അയാളുടെ ഒടുക്കത്തെ ഒരു ഐഡിയ പണം മൊത്തം ഇപ്പോൾ പൊളിക്കണം. എന്തൊരു പേരിന്റെ പൊന്നോ. മിക്കവാറും ഞാൻ ഡ്രൈ ഫ്രൈ ആവും. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞത്, ആ ബൈക്ക് എടുത്ത് വന്ന് ഈ കത്ത് മേടിച്ചിട്ട് പുള്ളിയുടെ കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് അവിടുന്ന് പിന്നെ വീട്ടിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങായിരുന്നു. ഈ വെയിലത്ത് കിടന്ന് അലയേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതിന് മാത്രം ഇപ്പം എന്ത് പറ്റി? വെയിറ്റ്, നമ്മൾ ആ കടയുടെ സൈഡിൽ ഒരു ഓട്ടോ എടുക്കുന്നുണ്ടല്ലോ. നമുക്ക് ആ ഓട്ടോ കയറി പോയാലെന്താ? പിന്നെ ഈ വന്ന 1.5 കിലോമീറ്റർ ഈ പൊരുവേലത്ത് തിരിച്ചടക്കാം. നിനക്ക് തലയ്ക്ക് വിലാസം കൊണ്ട് ചേർക്കാം. അപ്പോൾ അല്ല തന്നെ അവിടെ തിരിച്ചു ചെല്ലുമ്പോൾ ഓട്ടോ കാണുമെന്ന് എത്ര ഉറപ്പ്? അയ്യോ ഓട്ടോ ഉണ്ട്, നമ്മൾ കണ്ടില്ലേ. ഓട്ടോ ഉണ്ടെങ്കിലും പോകുന്നില്ല. എന്തിനാ ഓട്ടോ കൂലിന്ന് പറഞ്ഞ കാശ് കളയുന്നത്? ആ കാശ് നമ്മൾ ബസ്സിൽ പോയി ലാഭിച്ചിട്ട് പുട്ടടിക്കും. ആ നമുക്ക് പുട്ടടിക്കണം. അതിന് ഈ പട്ടിക്കാട്ടിൽ എപ്പോൾ ബസ് വരാനാ? ഇനി ബസ്സിൽ കയറണമെങ്കിൽ ബസ് സ്റ്റോപ്പിൽ പോകണം. 11 മണിക്കൊരു ബസ് ഉണ്ട്. വാ. 11 മണിക്ക് ബസ് ഉണ്ടെന്ന് നിന്നോട് ആര് പറഞ്ഞു?
എല്ലാ ബസ് സ്റ്റോപ്പിലും അങ്ങനെയാ 11 മണി 14 ആകുമ്പോഴത്തേക്ക് ഒരു ബസ് ഉള്ളത് അല്ലേ? ഉള്ളതാ ദേണ്ട ആ ബസ് സ്റ്റോപ്പിൽ ഒരാൾ ബാഗുമായിട്ട് നിൽക്കുന്നത് അയാൾ ചിലപ്പോൾ 11 മണിക്കത്തെ ബസ് കയറാനാണെങ്കിലോ ആയിരിക്കും. എടാ ഒരാൾ ദേണ്ട ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ബാഗുമായിട്ട്. അതല്ല നീ ഇപ്പൊ പറഞ്ഞത്. എടാ സമയം എത്രയായി? 11 മണിയാവുന്നു. അയാൾ ചിലപ്പോൾ അവന്മാർ ആളാണെങ്കിലോ? ഓ പ്രാങ്ക്. പക്ഷെ സിഗ്നൽ വന്നില്ലല്ലോ. ശരിയാണോ? സിഗ്നൽ വന്നില്ലല്ലോ. എടാ നമ്മളെ കാണുമ്പോ സിഗ്നൽ തരാന്നല്ലേ അവന്മാര് പറഞ്ഞു. എന്നാ വാ. വേണ്ട, നിന്റെയൊക്കെ 11 മണിയുടെ ബസ്സിൽ കയറാൻ വേണ്ടി പുള്ളി ഓട്ടോ പിടിച്ചു പോയി. ഹലോ ബാഗ്, ഹലോ ചേട്ടാ ബാഗ്, ചേട്ടാ Oh, they'll run. ബാഗ് എടുത്തിട്ടില്ല. ഹലോ, അയാളപ്പോ അവന്മാരുടെ ആളല്ലേ? അല്ലായിരിക്കും. പിന്നെ ബാഗ് എന്താ എടുക്കാത്തത്? എന്നാ പ്രാങ്കിന്റെ ആളുകൾ തന്നെ ആയിരിക്കും. ചിലപ്പോൾ പ്ലാനിന്റെ ഭാഗമായിരിക്കും ഇത്. നീ എവിടെയെങ്കിലും ഓരോ തുറച്ചിക്കണം. എനിക്ക് എങ്ങനെ അറിയാം? സിറ്റുവേഷൻ ഒത്ത് ബിഹേവ് ചെയ്യില്ലേ പറയാം. സിറ്റുവേഷൻ എന്തോ എനിക്കറിയൂ. യവനൊക്കെ എവിടെ നിന്ന് വരുന്ന വിളിച്ചാലും കേൾക്കൂല. They'll follow and return the bag. ഞാൻ വിളിച്ചിട്ടൊന്നും അവൻ കേട്ടില്ലടാ. നീ വെറുതെ ആവശ്യമില്ലാത്ത വള്ളിയൊക്കെ പിടിക്കുക. അയാൾക്ക് വേണം വന്ന് എടുത്തോളും. അതെ ഇങ്ങനെ ബോധവും മക്കളില്ലാത്ത ആൾക്കാരുണ്ട് ഈ നാട്ടിൽ. നമുക്കൊരു മര്യാദ പുറത്ത് ഇവിടെ തന്നെ നിൽക്കാം. ഇളങ്ങണം തിരിച്ചു വന്നാലോ ബാഗ് എടുക്കാൻ. അയാൾ തിരിച്ചു വരുന്നവരെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നത്. ആ സിറ്റുവേഷൻ ഇതാണ്. അങ്ങനെ ബിഹേവ് ചെയ്യേണ്ടി വരും. എന്തോ സിറ്റുവേഷൻ? ഈ ബാഗ് നോക്കിക്കോ. ബാഗ് എന്തിനാ ഇവിടെ ഇരുന്ന്? ബാഗ് എന്ത്? ദേണ്ടോടത്ത് ബാഗ് കൊടുത്തോണ്ട് പോന്നു. അയ്യോ സിഗ്നല്. അപ്പൊ ഇവന്മാര് അവരുടെ ആൾക്കാരാ ആയിരിക്കും. പ്രാങ്ക് തുടങ്ങി. എടാ ദിനേശ, പിടിയടാ അവനെ, വിടരുത്. What if he's a real thief? കാട്ടിനകത്തിനോട് കയറി പോടാ അവൻ. അപ്പൊ ഏതോ കാട്ടുകള്ളനാ. പിടിച്ചു കൊടുത്താൽ നിനക്ക് റിവാർഡ് ഉറപ്പാടാ. കാട്ടിനകത്ത് കയറി നമ്മൾ പിടിക്കണം ഇവനെ. Okay. ബ്രോ they are not picking up the call. എടോ ഒന്നുകൂടെ വിളിക്കണോ? Oh, what are they going to do? What is happening man? അതെ, സ്റ്റെപ്പിനിയും പഞ്ചറാ. ഈ ടയർ പഞ്ചർ ഒട്ടിക്കാൻ ആ റിജുവിനെ വിളിച്ചപ്പോഴേ പറ്റിക്കാനാന്ന് വിചാരിച്ച അങ്ങനെ വരുന്നില്ല. ഇത് ഊരിക്കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയാൽ വെള്ളത്തിൽ മുക്കി കുമ്പള വരുത്തിച്ച് പഞ്ചറാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അങ്ങനെ ഒട്ടിച്ചേരാന്ന്. This is happening. This is bad. Bad. നാട്ടുകാരെ പറ്റിക്കുമ്പോൾ ആലോചിക്കണം. ഇപ്പൊ സഹായത്തിന് വിളിച്ചിട്ട് ഒറ്റ എടുത്താൻ പോലും വരുത്തില്ല. അതെ, നോക്കിക്കാവും സഹായിക്ക്. Come on dude, ഞാൻ കോസ്റ്റ്യൂമിലല്ലേ. കോസ്റ്റ്യൂം. ക്യാമറമാൻ ആണെങ്കിൽ നടുവേദന. ആർട്ടിസ്റ്റ് ആണെങ്കിൽ അഭിനയിക്കും അല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കത്തില്ല. അതെ, ഞാനും ഒരു ആർട്ടിസ്റ്റാ. ബ്രോ ഐ ടോൾഡ് യു അമ്മമ്മയുടെ റോൾ നീ ചെയ്തു. ആ അത് വേണ്ട. എപ്പോഴും എനിക്ക് മാത്രം മാവേലി, കള്ളൻ, പിച്ചക്കാരൻ, കിളവൻ, കിളവി ഇങ്ങനത്തെ റോളൊക്കെ. തനിക്ക് മാത്രം എപ്പോഴും യൂത്ത്. അതെ, ഞാനും ചെയ്യട്ടെ ഒരു യൂത്ത് റോള്. ഓക്കെ. വാട്ട് ആർ യു ഡൂയിങ് ബ്രോ? ഇങ്ങനെയൊന്നും അല്ല ഇത് ചെയ്യേണ്ടത്. എന്നൊരു കാര്യം ചെയ്യ്, താൻ വന്നിങ്ങോട്ട് ഉണ്ടാക്ക്. മൂവ് ഗിവ്. ഉണ്ടാക്ക്. എന്തേ തിരിയുന്നില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ആ തിരിക്ക്. 4 നേരം തിന്നുന്നല്ലേ? ഏത് എപ്പിസോഡാ? ഈ പ്രായമുള്ള അമ്മച്ചീനിട്ട് പണിയെടുപ്പിച്ചിട്ട് നീ ഇവിടെ കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് ഞെളിഞ്ഞേക്കണം. ഓടാ പോയി പണിയെടുക്കണം. അയ്യോ മോനെ, എന്റെ പേര് കുഞ്ഞിനൊന്നും ചെയ്യില്ലേ. അവന് വിവരമില്ലാത്തോണ്ടല്ലേ. അവനൊന്ന് കൊടുത്തല്ലോ, ഇനി അവൻ നന്നായിക്കോളും. ആ അല്ലേ? വലിയ ഉപകാരമായി മോനെ. മക്കൾ പോയിക്കോ, ബാക്കി അമ്മച്ച് നോക്കിക്കോളാം കേട്ടോ. നല്ല മനസ്സ്. You got that bro. അങ്ങോട്ട് കയറി മനുഷ്യർ തല്ലു വിളിക്കാനായിട്ട് ഞാൻ ചെയ്തോളാം. How is it going to go now? What are they going to do? എങ്ങനെ മിസ്സാകൊണ്ടിരിക്കും? മുട്ടൻ കാട് അതിനകത്ത് കുറെ ആൾപ്പാർപ്പില്ലാത്ത ബിൽഡിങ്ങും. എടാ ഇങ്ങനെ സ്ഥലത്തു നിന്നൊന്നും അയാൾ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്റെ അനുഭവത്തിന് വിളിച്ചിട്ട് ഞാൻ പറയുക. എന്നാ നിന്റെ അനുഭവം തെറ്റി. ഇതാ പോകുന്ന അയാള്. അങ്ങോട്ട് വിടുക. ക്യാമറ ഉള്ളിടത്തോട്ട് കൊണ്ടുപോകും. ഓട്ടം. സ്റ്റോപ്പ്. ആ താഴെ സ്റ്റോപ്പ്. ഇനി ഓടിക്കരുത്. ഓടിയ ബാഗ് കുലുങ്ങും. ബാഗുലു? എന്റെ ബാഗ് കുലുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. തന്റെ ബാഗോ? നമ്മൾ കണ്ടാണല്ലോ ആ ബസ് സ്റ്റോപ്പിൽ ഒരാൾ നിൽക്കുന്നത്. അയാളുടെ ബാഗാണിത്. അതെ ഇത് അയാളുടെ ബാഗാണ്. അതെ ഇത് അയാളുടെ ബാഗാ. പക്ഷെ ഇതിപ്പോ എന്റെ ബാഗാ. ഇനി ഞാനിത് പൂച്ചക്കാട്ടെ കൊണ്ട് വയ്ക്കും. അപ്പൊ ഇടുന്നത് വേറെ ആളുടെ ബാഗോ. മൊത്തം സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. നമ്മൾ എന്തിനാ വെറുതെ വേണ്ടാത്ത പള്ളിക്കെട്ട് പിടിക്കും? നമുക്ക് വെറുതെ വിട്ട് പോടാ. എടാ അയാൾ നിന്നെ മണ്ടനാക്കോ? ഇതൊക്കെ അയാളുടെ അഭിനയമല്ലേ? എടാ ഇവ കള്ളനാടാ. നോ, ഞാൻ കള്ളനല്ല. നീ കള്ളനല്ല പിന്നെ ആരാ? ഞാൻ
ദി ഓണർ ഓഫ് ദിസ് ബാഗ്. തനി ബാഗിന് ഓർഡർ ആണെങ്കിൽ തന്റെ എന്നുള്ള തെളിവ് കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ബാഗ് അയാളുടെ എന്നുള്ള തെളിവ് നിങ്ങൾ കാണിക്കും. എടാ അയാളുടെ ഈ ബാഗ് ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കും നമ്മൾ കണ്ടതല്ലേ? എടോ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോ കണ്ടതാണ് ആ ബസ് സ്റ്റോപ്പിൽ അയാളുടെ ഈ ബാഗ് ഇരിക്കുന്നത്. അയാളുടെ ബാഗാ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഈ ബാഗ് എന്റെ കയ്യിലിരിക്കുന്നത്? അപ്പൊ ഇത് എന്റെ ബാഗാ. ഇതൊക്കെ അയാളുടെ നമ്പറടാ. അയാൾക്ക് ആ ബാഗിനകത്ത് എന്തോ ഇരിക്കുന്ന അറിയത്തില്ല. അതുകൊണ്ട് അയാൾ ഉരുണ്ട് കളിക്കോളാം നമ്മുടെ മുന്നിൽ. നോ, എനിക്കറിയാം. ബാഗിനകത്ത് എന്തോ ചോദിച്ചിട്ട് തുറന്നു നോക്കടാ. നീ ചോദിക്കും, എനിക്ക് അവനെ കണ്ടുകൂടാ. ആ ബാഗിനകത്ത് എന്താ? 1 കിലോ മാങ്ങ. എന്നാ ഒരു മാങ്ങ പഴുത്തട്ടില്ല. ഇവരെ പച്ചയാ ഇഷ്ടം. ഇഷ്ടമാണെങ്കിൽ കടയിൽ പോയി മേടിക്കണം. എന്റെ മാങ്ങ ഞാൻ ആക്കുന്നില്ല. കണ്ടാ ഇവനുണ്ടല്ലോ, ഇവൻ പൂലോ കൂടായ്പാണ്. നീ പോലീസിനെ വിളിക്കണം. പോലീസിനൊന്നും വിളിക്കണ്ട. പോലീസിനെ വിളിക്കണ്ട. ഇത് നമുക്ക് ഡീൽ ചെയ്യാനുള്ളേ ഉള്ളു. അതെ, നിങ്ങൾക്ക് ഡീൽ ചെയ്യാന്നുള്ളൂ. നിങ്ങൾ ഡീൽ ചെയ്യും, ഞാൻ പോയിട്ട് വരാം. പിടിക്കണ പിടിച്ചോണേ, പിടിച്ചോണേ. മാങ്ങ പഴുത്തട്ടില്ലെന്നോ? ബാഗ് കുലുക്കല്ലടാ. ഒരു കമ്പും ഇല്ലാത്ത കാട്. ഇത് എന്ത് കാട് ഇത്? ഞാൻ ആരാന്ന് അറിയില്ല. നമുക്കറിയാം, പുതിയ ആളല്ലേ. മനസ്സിലായി, ആരും പറയല്ലേ. അളി ഒരാളെ ഇങ്ങോട്ട് വന്നു വലിച്ചത്. എടാ ദിനേശ, നീ ഇവിടെ കമ്പി പിടിച്ച് കളിക്കാതെ വന്ന് ബാഗ് തുറന്നു നോക്കടാ മോനെ. നീ പോകുമ്പോൾ ദിനേശ ബാഗ് പിടിക്കരുത്, ബാഗ് പിടിക്കരുത്, ബാഗ് പിടിക്കരുത്, ബാഗ് പിടിക്കരുത്. കുലുക്കല്ല, കുലുക്കല്ല, കുലുക്കല്ല. ഇട്ടില്ലല്ലോ നിന്റെ മാങ്ങ ഇന്ന് ഞാൻ എടുത്ത് ഉപ്പിലിടും കേട്ടോ. സിപ്പ് തുറക്കല്ല, സിപ്പ് തുറക്കല്ല, സിപ്പ് തുറക്കല്ല. അത് ബോംബാണ്. Bomb activated. ബോംബ്. ഇത് ബോംബ്. ഓടാ ടൈം പീസ് ഏതാണ്ട് അടിച്ചോണ്ട് വന്നേക്കാ. ഇത് ടൈം പീസ് അല്ല, ടൈം ബോംബാ. ടൈം ആകുമ്പോ പൊട്ടി പീസ് പീസാവും. അയ്യോ നമ്മളിനി എന്ത് ചെയ്യൂടാ? ടൈം ആകുമ്പോ പൊട്ടി പീസ്. എടാ നീ കൊറേ നേരം കൊണ്ട് ഞങ്ങളെല്ലാം പറ്റിക്കാൻ നോക്കുന്നുണ്ടോ? മതി മതി. ബോംബെ ഒന്ന് പോ. കുഞ്ഞെ പൊട്ടു. കളി ചുമ്മാ കളിക്കണോ അവൻ? അവൻ നമ്മൾ താഴേക്കരുത്. 5 സെക്കൻഡ് പൊട്ടും. സിബ് തുറന്നപ്പോ ബോംബ് ആക്ടിവേറ്റ്. ഇനി എന്തായാലും പൊട്ടും. എടാ നീ ഒന്ന് നോക്കിയാടാ. എനിക്ക് കണ്ടിട്ട് ഇത് ബോംബായിട്ട് തോന്നില്ല. പിന്നെ ഇത് ബോംബാണോ? ഇത് ബോംബാടാ. 15 minutes are left. Okay. കൗണ്ട് ഡൗൺ അല്ലേ കാണിക്കുന്നത്? 15 മിനിറ്റ്. എന്നാ പിന്നെ തനിക്കിത് ആദ്യമേ അങ്ങ് പറഞ്ഞുകൂടായിരുന്നു ഇതിനകത്ത് ബോംബാണെന്ന്. എന്തിനാ ഈ മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ കള്ളം പറഞ്ഞാ? കുളിക്കാതെ എവിടാന്ന് വെച്ചാ കൊണ്ടുവന്നാ. ഇതെന്നെ അല്ലായിരുന്നു, നീ അല്ലായിരുന്നു. പിടിച്ചു നോക്കി. ഇനി നീ തന്നെ വെച്ചാൽ മതി. എടാ ബാഗ് പിടിക്കണം. എടാ എന്നോട് ബാഗ് പിടിക്കാൻ പറ. എടോ ഇനി നീ ബാഗ് കൈമാറുമ്പോ അതെങ്ങനെ കുലുങ്ങി അത് പൊട്ടിയാലോ? കൈ മാറുമ്പോ പൊട്ടു. കൈയും തലയും മാറും, വേറെ വേറെ ആവും. ഞാനെന്തായാലും ഇത് വിശ്വസിക്കാൻ പോണില്ല. പിന്നെ ഒരുത്തൻ ബാഗുമായിട്ട് നടക്കുമല്ലോ, ബോംബ് വെച്ച് ബസ് സ്റ്റോപ്പിൽ നിന്നാ ബോംബ് പോടാ കള്ള. ബോംബ് തരണമല്ല, ആ ബസ് സ്റ്റോപ്പിൽ ബാഗ് കൊണ്ടുവയ്ക്കും. ഞാൻ അതെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം. അവിടുന്ന് വേറെ ആരും എടുത്തോണ്ടോ? എനിക്ക് അത്രേ അറിയുള്ളൂ. ഇതെന്തോ വലിയ നെറ്റ്വർക്ക് കളിയോ? അയ്യോ നമ്മള് പെട്ടടാ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? എടാ ബാഗ് മേടിക്കടാ. സൗണ്ട് കേൾക്കുന്നത്. ബോംബ് സ്ക്വാഡിനെ വിളിക്കും, ബോംബ് സ്ക്വാഡിനെ വിളിക്കും. ഐഡിയ തരാട്ടാ. അയ്യോ എൻഗേജ്ഡ്. അയ്യോ എൻഗേജ്ഡ് ആണോ? ഒന്നുകൂടെ വിളി, ഒന്നുകൂടെ വിളി. വിളിക്കും, ഒന്നുകൂടെ വിളിക്കും. അയ്യോ ഔട്ട് ഓഫ് കവറേജ്. അയ്യോ ഔട്ട് ഓഫ് കവറേജ് ആണ്. എടാ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കണം. സൗണ്ട് കേൾക്കുന്നില്ല. എടാ ആരെ വിളിച്ചിട്ട് കാര്യമില്ല. ടൈമറിൽ സമയം തീരാറായി. അവര് വരുന്നതിന് മുന്നേ ഈ ബോംബ് അങ്ങ് പൊട്ടും. പൊട്ടും പൊട്ടും. ഇവിടെ പൊട്ടും പൊട്ടും പറഞ്ഞോണ്ടിരിക്കാൻ പൊട്ടായിരിക്കാനുള്ള വഴി പറഞ്ഞോ. അൺഇൻസ്റ്റാൾ ചെയ്യണോ? ഇത് അൺഇൻസ്റ്റാൾ ചെയ്യണോ? ഞാൻ പുതിയ ആളെ, എനിക്ക് അതൊന്നും അറിഞ്ഞൂടാ. കൊണ്ടുവയ്ക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിർത്തണ പട്ടി. ഓഹോ, ഞങ്ങളെ കൊന്നിട്ട് ഒറ്റയ്ക്ക് രക്ഷപ്പെടാനുള്ള തീരുമാനത്തിലല്ലേ? എന്തായാലും നടക്കത്തില്ല. ചാവാണ് ഒരുമിച്ച് ചാവത്തുള്ളൂ. നീ അടിച്ച് പൊട്ടിക്കടാ. എനിക്ക് അറിഞ്ഞൂടാ, സത്യം എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നീ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? നമ്മളെന്തായാലും ചാവാൻ പോലടാ. നീ അത് എറിഞ്ഞു പൊട്ടിക്കും. ഇവനെ കൊന്നിട്ട് നമുക്ക് ചാവാം. ഇല്ല
നിനക്ക് മടിയായിരിക്കും. എനിക്കിനി മേലും കീഴും നോക്കാനില്ല. നീ ഇവനെ പിടിച്ചോ. ഞാൻ ആ ബോംബ് എറിഞ്ഞ് പൊട്ടിക്കാൻ പോ. പറയാം പറയാം. കൈവിട്. നോക്കട്ടെ നോക്കട്ടെ. ആ ഇത് 2 പേരുള്ള ബോംബാലേ. എന്നോടാണ് ചോദിക്കുന്നത്. ഓഫ് ചെയ്യണോ? എനിക്കിട്ട് ട്രെയിനിങ് അനുസരിച്ച് ഇതിനെ തുറന്നം വലിച്ച ബോംബ് ഡിഫ്യൂസ് ആവും. മറ്റേ വലിച്ച ബോംബ് ഡബിൾ ലോക്കും. പിന്നെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. 5 മിനിറ്റ് എന്തായാലും പൊട്ടും. അയ്യോ ഡിഫ്യൂസ് എന്ന് പറയാ. ഇതാണ് അതിൽ പറഞ്ഞ പറയാം. പച്ചയാ പച്ച പേര് 11 minutes പച്ച left. പച്ചയാ. ഈ താഴോട്ട് പോയിരുന്ന പച്ച പേര്. താഴോട്ട് പോയിട്ടില്ല. പച്ച നോക്ക്. എല്ലാരും നോക്ക്. വട്ടം ചേർന്ന് നോക്ക്. ഇത് കുലുങ്ങിയ പൊട്ടോടാ. നമ്മളിനി എന്ത് ചെയ്യും ദിനേശാ? എനിക്കറിയാൻ പാടില്ല. നമ്മള് ചാപോടാ. എനിക്ക് എന്റെ ചേട്ടനെ കാണണം. അവന്റെ അമ്മൂമ്മയുടെ കത്ത്. സൗണ്ട് കേൾക്കുന്നു. സൗണ്ട് കേൾക്കുന്നു. വരവലിച്ച് പിടിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ അയാള് പറഞ്ഞ പോലെ പച്ചയെ പിടിച്ച് പിടിക്കാം. അങ്ങനെ ചെയ്താൽ മതിയോ? അയാൾക്ക് ആദ്യം അറിയത്തില്ലെന്ന് ഡൗട്ട് അടിച്ചില്ലേ? ചിലപ്പോ ചുമലാണെങ്കിലോ? എടാ അയാൾക്ക് ട്രെയിനിങ് കിട്ടിയെന്ന് പറഞ്ഞല്ലോടാ. അയാളല്ലേ പച്ച പറഞ്ഞ. അപ്പൊ പിന്നെ പച്ചയായിരിക്കത്തില്ലേ? എടാ ചുമല എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ഒന്നായിരിക്കും. ബോംബ് നിർത്താനുള്ള ചുമലായിരിക്കും. എടാ ചുമല എന്ന് പറഞ്ഞ ഡേഞ്ചർ നല്ലടാ. ചുമല വലിച്ച നമ്മള് മരിക്കും. പച്ച മരിക്കടാ. എന്തായാലും ഒന്ന് ചെയ്യടാ. സമയം പോന്നടാ. പിന്നെ വഴക്ക് വേണ്ട. പച്ച വലി. ഇല്ല എനിക്ക് ചുമല വലിച്ചാ മതി. എടാ കളിക്കരുത്. ബോംബ് പൊട്ടും. Why പച്ച do you വലിക്കണം. feel it's a real ചുമല bomb? ഇഷ്ടം. പച്ച വലിക്കാൻ പറയടാ അവരോട്. എടാ സമയം പോയിക്കൊണ്ടിരിക്കുന്നു. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. കൺഫ്യൂഷനിലായല്ലോ. ഒരു കാര്യം ചെയ്യ്. നിനക്ക് ഇഷ്ടമുള്ള വലിച്ചോ. എങ്ങനെ ചെയ്യ്? സമയം പോ. കൈ വരയ്ക്കുന്നത്. വലിക്കാൻ പോവാ. പതുക്കെ. വലിക്കാൻ പോവാ. പതുക്കെ. വലിക്കാൻ പോവാ. പതുക്കെ. Double long. It's a real bomb, guys, right? Am I right? അതിന്റെ പ്രാങ്ക് ചെയ്താടാ ഞങ്ങള്. അവന്റെ മുഖത്ത് നോക്കണം. And I feel Dinesh is playing like a reverse prank on them. This is. I was trying to think of all combinations and combinations. കൂട്ടം പരിപാടി. ഇന്ന് എല്ലാവർക്കും ഞങ്ങളുടെ വക ട്രീറ്റ്. ഓടിവാ. ഓടിപ്പോയ ചേട്ടാ നടനെ വിസ്മയമേ പോരെ. എടാ മറ്റുള്ളവരുടെ ബർത്ത്ഡേക്ക് പണി കൊടുക്കുമ്പോ ആലോചിക്കണം. തിരിച്ച് നല്ല മുട്ടം പണി കിട്ടുന്നു. ഇത് ബോംബൊന്നും അല്ലടാ. നമ്മൾ നിന്റെ പറ്റിച്ചതാടാ. നിന്റെ ചേട്ടനാടാ ഇതിന്റെ മാസ്റ്റർ പ്ലാൻ. പുള്ളി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ജോജോ പ്രാങ്സ്റ്റേഴ്സിനെ ചെന്ന് കണ്ട് നിനക്ക് He also visited Jojo Pranksters. ഈ കരഞ്ഞോണ്ട് നിൽക്കുന്നതിന്റെ വീഡിയോ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അടുത്ത മാസം 20-ാം തീയതി നിന്റെ ബർത്ത്ഡേക്ക് റിലീസാ. വന്ന് നാട്ടുകാര് കാണുമ്പോ പേടിച്ച് നാറി നിൽക്കുന്നത്. നീ ആ കത്ത് കൊണ്ടരാ. കത്ത് പഠിക്കണം. കത്തി പഠിക്കണ്ട. ക്യാമറ വരട്ടെ. ക്യാമറ വന്നിട്ട് കത്ത് കൊടുക്ക. ക്യാമറ ചേട്ടന്മാരെന്താ വരാത്ത? ഓടി വാന്ന്. അവന്റെ പോകട്ടെ. അവന് ഇതുവരെ വിശ്വാസമായിട്ടില്ല. ഇവരൊക്കെ വരാത്ത. എടാ നീ ഫോണിൽ വിളിക്കവരെ. ഫോണിൽ വിളിക്കല്ലേ? ചേട്ടന്മാരെ ഓടി വാ. ഇവൻ ചമ്മി നിൽക്കും. ഓടി വാ. വാട്ട്? സോറി ബ്രോ, ഡ്യൂ ടു സം ടെക്നിക്കൽ ഇഷ്യൂസ് ഞങ്ങൾക്ക് ഇന്ന് അവിടെ എത്താൻ പറ്റിയില്ല. ഇത് പറയാൻ ഞാൻ കുറേ ടൈം വിളിച്ചു, ബട്ട് യു ഡിഡ്ന്റ് പിക്ക് ദ കോൾ. എനിവേ ഇന്ന് ഷൂട്ട് നടക്കില്ല. നമുക്ക് വേറെ ദിവസം പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യാം. ഓക്കെ? അവനിട്ട് പ്രാങ്ക് പോരാട്ടെ നമുക്കിട്ട് പ്രാങ്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ബ്രോ? അതല്ലേ പറയാം, നമുക്ക് എത്താൻ പറ്റിയില്ല. ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണ്. സോറി. പക്ഷെ ഡോണ്ട് വറി. ഒരു കാര്യം ചെയ്യ്, ഓഫീസിലേക്ക് പോവാ. നമുക്ക് പ്ലാൻ ചെയ്തിട്ട് വേറെ ദിവസം ഷൂട്ട് ചെയ്യാം. ഓക്കെ, മീറ്റ് യു അറ്റ് ഓഫീസ്. ബൈ. What am I gonna do now? How much time's left? 1 minute? എന്തൊക്കെയാണോ നടക്കുന്നത്? I'm sure Dinesh has planned this. എന്നെ പൊട്ടി.
പൊട്ടും പൊട്ടും ഒന്ന് പറയാതെ വേറെ എന്തെങ്കിലും ഒന്ന് പറയണോ? നിങ്ങൾ എനിക്ക് പണി തരാൻ നോക്കിയല്ലേ, നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ. ഇതെനിക്ക് കിട്ടിയ ശിക്ഷയാ. മോനെ മനുഷ്യൻ ഇവിടെ ചാവാൻ പോകുമ്പോഴേ അവന്റെ കുടവതി കയറി. എടാ എങ്ങോട്ടേലും ഇവിടെ തെറിയണം. എടാ എന്തെങ്കിലും ഒന്ന് പറയടാ. പോട്ടി ഇപ്പൊ ചാവും. ഞാനെന്താ പറയാനാ പിന്നെ? കിണറാ കൊഴിയോ വല്ലോണ്ട് നല്ല ആഴുണ്ട്. നടുക്കോട്ട് പിടിച്ചിട്ട് സൈഡിൽ തട്ടാൻ ആവശ്യമുണ്ട്. ഇട്ടിട്ട് ഒരുമിച്ച് ഓടണം. 1 2 3 റെഡി എന്ന് പറയുമ്പോഴാ. ഓക്കെ റെഡി. Yes, it was a real bomb. Okay, so Dinesh was not in the prank, so it was not reverse pranking, but the part where I guessed that it could be a real bomb, that was correct. All guessing work goes on in my mind. ഒരു സെപ്റ്റി ടാങ്ക് പൊട്ടി, ഞങ്ങളത് ക്ലീൻ ആക്കി വെച്ചും വരുവാ അല്ലേ? ഈ വെള്ളത്തിൽ കുളിക്കാൻ പറ്റുമോ ബ്രോ? ആരെങ്കിലും കാണാനും വിളിച്ചു. I want to see who directed this. എന്തോ ഭാഗ്യത്തിന് ചത്തില്ല. 3-4 സെക്കൻഡൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ തീർന്നാനല്ല. അതിനെന്താ നമ്മൾ കറക്റ്റായിട്ട് സെപ്റ്റി ടാങ്കി കൊണ്ടുപോയിട്ടില്ലേ, അതുകൊണ്ട് നമുക്ക് ഇത്രയല്ലേ പറ്റുള്ളൂ. ഇത്രയും പറ്റിയത് പോരെ? ഈ പറ്റിയതൊക്കെ കഴുകിക്കളഞ്ഞാ പോകും. എന്തുവാ ചെവിക്കകത്ത് ചേറ് കയറി അടഞ്ഞിരിക്കുന്നത്? ഇത് കഴുകിക്കളഞ്ഞാ പോകുന്നു. വന്നോ? നീ എന്തിനിങ്ങനെ തുറച്ചു നോക്കുന്നു? വരുന്ന വഴി നമ്മളെല്ലാം പറഞ്ഞു കോംപ്ലിമെന്റ്സ് ആക്കിയതല്ലേ. ഞാൻ പറഞ്ഞല്ലോ ഒന്നും പറ്റിയൊന്നുമില്ലല്ലോ. ആരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ജീവൻ തിരിച്ചിട്ടില്ല. എന്റെ ഫോൺ അടിക്കുന്നു. ഇവിടെ പൊട്ട നിന്റെ ഫോണാ. നിന്റെ ഫോണാ? Is it water resistant? വാട്ടർ പ്രൂഫാ? അല്ല, ഇവന്റെ ചേട്ടനെ. റാങ്കിന്റെ കാര്യം പറയാനിരിക്കും. ഓ, ലൗഡ് സ്പീക്കറിലുണ്ട്, സംസാരിക്കും. ഹലോ. എന്തായി? അവനെ പറ്റിച്ചാ? പറ്റിച്ച് Grand success, yes. മാറ്റിച്ച്. കറക്റ്റ് സമയത്ത് ആ കത്ത് കൊടുത്തില്ലേ? കത്ത് കൊടുത്തില്ല, പക്ഷെ ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവന് മനസ്സിലായ പണി വന്നത് എന്റേതാണെന്ന്. അത് പിന്നെ എടോ, എനിക്കും മനസ്സിലാടോ പുളുന്താൻ ഇതിന്റെയൊക്കെ പിന്നെ തന്റെ തലയെന്ന് വൃത്തികെട്ടവനെ നാറി. മോനെ ദിനേശ, ഇപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലായ? കൊടുത്താ പണി കൊല്ലത്തും കിട്ടൂന്ന്. They should have put the beep sounds. വിളിച്ചോ, നല്ല വേഷമങ്ങാണ്. നീ വിളിച്ചോ മോനെ. കിണിച്ചോ, താൻ കിണിച്ചോ, ഇതെന്റെ അവസാനത്തെ കിണിയാ. പിന്നെ താനും ഒന്ന് കുളിച്ച് റെഡിയായിട്ട് നിന്നോ. ക്രൈംബ്രാഞ്ച് ചിലപ്പോ വീട്ടിലന്വേഷിച്ച് വരും. കൂടാനാണെങ്കിൽ താനായിരിക്കും 1-ാം പ്രതി കേട്ടോ. ക്രൈംബ്രാഞ്ച് എന്തിനു വരണം? അല്ല, പൊട്ടിച്ചത് പൊട്ടാസൊന്നും അല്ലല്ലോ, ബോംബല്ലേ. നമ്മുടെ പോലീസല്ലേ, ചിലപ്പോ അന്വേഷിച്ച് വരുമായിരിക്കും. സിറ്റിയിൽ എവിടെയോ പൊട്ടിക്കാനിരുന്ന ബോംബ് ഇവിടെ കാട്ടിൽ ആളൊഴിഞ്ഞ് കോട്ടയത്തിലെ സെപ്റ്റി ടാങ്കിൽ ഇട്ടില്ല നമ്മൾ പൊട്ടിച്ചേ. അറിയാതാണേലും നമ്മൾ വലിയൊരു ദുരിതമല്ലേ ഒഴിവാക്കിയത്. അതെ, ആളപായൊന്നും ഇല്ലല്ലോ. പോരാത്തിന് നാടിനെ രക്ഷിച്ചതിന് നമുക്കൊരു ധീരതയുടെ പതക്കം തരണ്ടല്ലോ. ഒരു ധീരതയുടെ പതക്കം കിട്ടുമോ? ഇതൊക്കെ കേൾക്കുമ്പോൾ പോലീസ് എടുത്തിട്ട് പതക്കുമോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എന്തായാലും ഒന്ന് കരുതിയിരിക്കണം. ചില്ലറ പണിയൊന്നുമല്ല. എന്നാലും നീയൊക്കെ എനിക്ക് പണി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സംഭവിച്ചത് നല്ല കാര്യം ഉണ്ടായിരുന്നു. വേണോന്ന് വെച്ചിട്ടല്ലല്ലോ, നീ അമ്മാതിരി ചെയ്ത് നമ്മളോട് ചെയ്തിട്ടല്ലേ. പിന്നെ ആദ്യമായിട്ടൊരു പണി വന്നപ്പോൾ ലേശം മാറിപ്പോയി. നീ ഇങ്ങനെ നടന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കാണാൻ പോലീസ് വരുവാണെങ്കിൽ നമ്മൾ അവരോട് ഉള്ളത് നടന്നതെല്ലാം സത്യമായിട്ട് തുറന്നങ്ങ് പറയും. അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മുടെ പോലീസല്ലേ, മനസ്സിലാവും. ഈ കോലത്തിൽ ഇവിടെ ഇരുന്ന് അധികം സത്യം പറയണ്ട.
നമുക്ക് അപ്പുറത്തെ കടവിൽ കാണാൻ പോയിരുന്ന് അവിടെ കുളിച്ചുകൊണ്ട് സത്യം പറയാം. ചേട്ടന്മാരെ നിങ്ങൾ പോയില്ലല്ലേ? ഉടുപ്പ് കലക്കിയില്ല? ഓക്കെ സെറ്റ്. നിങ്ങളുടെ ഉടുപ്പൊക്കെ കൂടിയിട്ട് ഇട്ടൊന്ന് കലക്കി തന്നെ. ഇതിനല്ലെങ്കിൽ തരാനാ നമ്മുടെ കൂട്ടുകാരനെ അവന്റെ ഹാപ്പി ബർത്ത്ഡേ കെട്ടിയിട്ടേക്കണേ. ഇത് കൊണ്ടുപോയി കലക്കാനും മേസ് സെലിബ്രേഷൻ കൊടുക്കാം അല്ലേ? എടാ നീ ഒന്ന് തിരിഞ്ഞേക്ക്, നമ്മളത് ഊരിത്തരാം. കാരണല്ലേ? ഓക്കെ ഉരിക്കോ. I want to see who directed this. Oh, Jeevan! I don't know why I got so happy. You can ignore that part, huh? You can ignore that part. Wow, this is like a streak I'm having, huh? With all the sketches that I'm seeing, Jeevan only has directed all of them. I loved it. Oh my god, how do they think of such storylines? Though still Ulka remains my favorite. I don't know, something about Ulka just, I don't know. I really loved Ulka. I really loved Ulka. So this was beautiful, and I remember last time when I reacted to Smile Please, I said that what I had realized that the score was almost similar that the score that they used. Here the score was completely different. So this was okay. Let's talk about different things. First, the concept of the prank. I mean, for engineers like us, that was so relatable that of course this was at home, but when you're in hostel the birthday celebrations are brutal for guys mostly. For us it never used to be that brutal, though we used to also get kicked around by all the ladies, but it never used to be like brutal. For guys, oh my god, the pictures of my friends that I used to see the next day, they used to get bashed. It was like a punishment that you got for being born on that day. So that was one. So that thing I found that really relatable. The chili water prank, oh my god, that seemed so dangerous. So overall, the writing of the sketch, okay, let me stop this first. I have to. All right. So about the concept, the overall sketch storyline, I think it was very interesting. Every sketch of theirs is extremely well thought out. It's so simple, and in that simplicity only it becomes very relatable. Like I said, the prank thing, I just instantly could relate to that thing. So I loved the overall concept of this, that they wanted to do a reverse prank and it got it got messed up because it was a real bomb, though it was easy to guess. I think a lot of you, I guessed it. I think a lot of you while watching it probably would have guessed it that this was there was a real bomb inside the bag because of the way the guy was walking and being nervous. So I guessed it before they opened it that there would be a bomb and then it would be a real bomb. Of course, I was also going one step further, that maybe Dinesh has this was also part of some bigger prank that Dinesh was planning, though that was not the case. And I really liked the casting decision taken in this one. I think Anu as Dinesh was perfect, absolutely freaking perfect. He just fits the role. And the ending, how when that other guy said that we are about to prank somebody, it's somebody's birthday, I think that ending was perfect and it was fitting. This was amazing. The score, yes, it was here lot of different scores were used for different scenes. I think that was very interesting. And I don't know, man, just relatable. I just want to congratulate them for crossing so many views, and I just hope they grow with every sketch that they make. Though for me, what's your favorite Karik sketch? Please do let me know. I have only watched like very limited sketches of theirs, so for me the best one still remains Ulka because of the storyline and I don't know, the overall range of acting, and
it seemed so realistic and yet so fictional and funny. I don't know, it just had a very, very big impact on my heart. And I think, you know, after Ulka, I would say that I officially became a fan of Karik, because I hit the subscribe button so fast after that. So it was very interesting, and I know a lot of you have asked me to watch Thera Pera. That's what it's called. That's the series, but it has 20 episodes. A lot of you asked me to react to it, but I'm not sure if I should, because there are 20 episodes. So I should just watch it and probably, you know, share my thoughts on it. Do let me know. I mean, I want to know your thoughts, because I think now I'm starting to get a lot of Karik requests. So I want to make sure that you guys are entertained, and you know, because it makes sense for me to react to stuff that is mostly requested by a lot of you. So yeah, do let me know, because you know, when you told me it's 20 episodes, that's what I thought, that I mean, won't it be better if I just watch it on my own and then share my thoughts? Do let me know on that. So yes, that was my reaction. I hope you've stuck with me till the end. For happy birthday once again, congratulations to them for crossing 11 million views in such a short span of time. I hope one day they cross 100 million views also on their channel. So yeah, that was it from me. I hope you've come till the end of the video, and yes, do suggest me the next sketch of theirs which has the subtitles, of course. I don't know, there was a couple of sketches that you had suggested, but when I, you know, checked them out, it didn't have the CC, like the closed captions option in that. Can't help it. So yeah guys, that's it from me today, and yes, I will see you on my next video. Bye bye.